വി ഡി സതീശൻ സർക്കാരിൻ്റെ ഹണിമൂൺ കാലമാണിത്. അതിൻ്റെ ഗ്ലാമർ പോയോ? ഈ ഹണിമൂൺ എന്ന് പറയുമ്പോൾ LDF ആർക്കും ഹണിമൂണൊന്നും അവർ ആഘോഷിക്കാൻ സമ്മതിക്കാറില്ല. കാരണം പാർട്ടിക്കാരല്ല, അവരുടെ സംഘടനപ്പെടാത്ത ആളുകൾക്ക് ഹണിമൂണും കല്യാണമൊന്നും വിധിച്ചിട്ടില്ല. ഏത് സമയം കയറി അവർ അറ്റാക്ക് ചെയ്യും. അതാണ് അവരുടെ LDFൻ്റെ രീതി. കോൺഗ്രസ്സുകാരാണ് ഈ ഹണിമൂണൊക്കെ കൊടുത്തിട്ട് ഒരു സ്വസ്ഥമായി ജീവൻ തുടങ്ങിയിട്ട് എന്തിനാ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ? കോൺഗ്രസ്സുകാരുടെ ധാർമ്മികതയാണ്. കോൺഗ്രസ് ധാർമ്മികത ഗാന്ധിയൻ ധാർമ്മികതയാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്നതല്ലേ. അവർ എപ്പോഴും കയറി അറ്റാക്ക് ചെയ്യും. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന സമയത്ത് ഒരു ഡിസ്കഷൻ ഞാനും രാജ്മോഹൻ ഉണ്ണിത്താൻ ചേട്ടൻ പറഞ്ഞു, വോടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതക കേസിൽ പ്രതിയായ ആളെ നേരിട്ട് പങ്കെടുത്ത് പ്രതിയായ ആളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഭരണം തുടങ്ങിയതല്ലോ. വോടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതക കേസിൽ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രതിയാണ് പിണറായി. അത് ഉണ്ണിത്താൻ ചേട്ടൻ്റെ ഒരു ധാർമ്മിക ബോധം. അത് CPM കാണിക്കില്ല. അവർക്ക് അങ്ങനെ ഇല്ല. ഈ ദൈവമൊന്നുമില്ലല്ലോ. അപ്പം എന്നിട്ടിപ്പോൾ എന്തുകൊണ്ടാണ് VD സതീശനെതിരെ CPM കാഞ്ഞ പ്രതിഷേധത്തിനൊന്നും പോകാത്തതെന്ന് വെച്ചാൽ, ഹണിമൂൺ പീരീഡ് അനുഭവിച്ചെന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധി വെച്ചുകൊണ്ടൊന്നല്ല, അല്ല അവർക്ക് ധാർമ്മികത വന്നുകൊണ്ടല്ല, തോറ്റേൻ്റെ ആഘാതത്തിൽ നിന്ന് മാറിയിട്ട്. ഞാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എങ്ങനെ തോറ്റു. ഞാൻ വിചാരിച്ച LDF അധികാരത്തിൽ വരുമെന്ന്. കാരണം ഭരണമൊന്നും അത്ര മോശമായിരുന്നില്ലല്ലോ. നാട്ടുകാർക്ക് കിട്ടിയാൽ പോരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പളം പെൻഷൻ കിട്ടിയാൽ പോരെ, അപ്പോൾ നിങ്ങൾ അയൽക്കാരൻ്റെ ഇത് കിട്ടിയാൽ പോരെ, ക്ഷേമ പെൻഷൻ റേഷനും കിട്ടിയാൽ പോരെ, തമാശ ഒത്തിന് മരുന്നുണ്ടായാൽ പോരെ, അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തിനു കുഴപ്പമായിരുന്നു? അപ്പോൾ അത് CPM വലിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ തോറ്റു എന്നുള്ളത്. അപ്പം എങ്ങനെ തോറ്റു നമ്മൾ അന്വേഷിക്കും. മുതലാളിയുടെ രക്ഷാപ്രവർത്തനം പോലുള്ള ചില ഇടപെടലുകളാണ് തോൽവിക്ക് കാരണമെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. മുതലാളി ജയിപ്പിച്ചു, മുതലാളി തോൽപ്പിച്ചു. അങ്ങനല്ലേ, VS ജയിപ്പിച്ചു, മുതലാളി കോവിഡ് സമയം മുതലാളിയെ സഹായിച്ചു, ഈ കഴിഞ്ഞ സമയത്ത് മുതലാളി തോൽപ്പിച്ചു. എന്താണ് സംഭവിച്ചത്? അതുണ്ട്. രണ്ട്, അതിനുശേഷം പാർട്ടിക്കാരുടെ ഉള്ളിലുള്ള അമർഷം എങ്ങനെ പോഞ്ഞു വരും. അതായത് മുതലാളി ആശ്രിതനായി എന്നവനൊക്കെ നേരിട്ട് മുതലാളി എന്താണെന്ന് വെച്ചാൽ ചുളിപ്പോവും. പക്ഷെ അവിടെ ഇവിടെ നിന്ന് കൊഞ്ഞനം കുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ടാണ്, അവരുടെ പ്രശ്നങ്ങൾ തീരാത്തതുകൊണ്ടാണ്. പിന്നെ CPI അവർ തമ്മിൽ അടിയുണ്ട്. CPI ഏത് സമയം വിട്ടുപോകും. വിട്ടുപോയി കഴിഞ്ഞാൽ CPIക്ക് കോൺഗ്രസ് തർക്കമില്ലാത്ത അക്കോമഡേഷൻ കിട്ടും. ഇനി ഒരു കാലഘട്ടത്തിലും ഒരു മന്ത്രിസ്ഥാനം കിട്ടാതിരിക്കുന്നതിനെക്കാട്ട് തന്നെ കോൺഗ്രസിൽ കൂടി 2 മന്ത്രിസ്ഥാനം മേടിക്കുന്ന തന്നെ CPIക്കാർ ആലോചിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ പാർലമെന്ററി കമ്മിറ്റിയിലെ നിയമസഭയിലെ ഉപാധ്യക്ഷനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം, പ്രതിപക്ഷ ഉപനേതാവിനെ സംബന്ധിച്ചുള്ള പ്രശ്നമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് അവരിങ്ങനെ പെട്ട് കിടക്കുന്നത്. പിന്നെ കോൺഗ്രസ്സുകാർ പണ്ട് ഈ ഹണിമൂൺ അവരെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അവരില്ല, അവർ കൊടുക്കാറില്ല. അവരെ അമ്മായിയമ്മേൻ്റെ സ്വഭാവം കാണിച്ചത്. മകൻ കല്യാണം കഴിച്ചുകൊണ്ട് ഹണിമൂണിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് പെണ്ണിന് ആദ്യ രാത്രി തന്നെ പെണ്ണിനോട്, എടി അന്നത്തെ ആ സാരി നീ എടുത്തു വെക്കണം. അപ്പം പെണ്ണ് എന്തിനാമേ? അതേടി നീ മരിക്കുമ്പോൾ നിനക്ക് പുതപ്പിക്കാനുള്ളതാണ്. അങ്ങനെ ആചാരമുണ്ടല്ലോ, അറിയാലോ. നിങ്ങളമ്മ അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ ഇതോടുകൂടി തന്നെ ഈ പെണ്ണ് പേടിച്ചു പോകും. ഇങ്ങനെയുള്ള അമ്മായിമ്മമാരുടെ ചില അടുത്ത ദിവസം പറഞ്ഞാൽ പോലെ ഈ പെണ്ണ് വിചാരിക്കുന്നത് എന്നെ കൊല്ലാനാണ് കെട്ടിക്കൊണ്ടുവന്നത്. എന്നോട് എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് ചോദിച്ചു. ആ ഫ്രണ്ടിനോട് അന്ന് രാത്രി 10 മണിക്ക് ഈ അമ്മ ഡോറിൽ മുട്ടിയിട്ട് ചോദിച്ചു, മോളെ ആ സാരിയൊക്കെ എടുത്തു വെച്ചല്ലോ. എടുത്തു വെച്ചാൽ അമ്മേ, എടുത്തു വെക്കണം കേട്ടോ, നിന്നെ മരിക്കുമ്പോൾ പുതപ്പിക്കാനുള്ള. അതേപോലെയാണ് കോൺഗ്രസ്സുകാർ. ഒന്ന് VD സതീശൻ അതിപ്പം ഇഷ്ടമില്ലാത്ത പെണ്ണിനെ കെട്ടിക്കൊണ്ടുപോകുന്നുള്ള അവസ്ഥ. നിങ്ങൾ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പെണ്ണിനെ നിങ്ങൾ കെട്ടിക്കൊണ്ടുപോകാൻ പിന്നെ അമ്മയുടെ കാര്യം പോക്കാണ്. ഇപ്പോൾ നിങ്ങളെ കെട്ടിക്കൊണ്ട് അറേഞ്ചിന് മാരേജ് നിങ്ങൾ അമ്മയും കൂടി ആലോചിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ അമ്മയ്ക്ക് സ്വസ്ഥമായിരിക്കുക, ഭാര്യയ്ക്ക് സ്വസ്ഥമായിരിക്കും. ഇതല്ലല്ലോ. ഇത് കെട്ടിക്കൊണ്ടുവന്ന് അവിടെ MLA മാരിൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഇല്ല. ഈ പറയുന്ന ജില്ലാ കമ്മിറ്റികളിലൊന്നും ഭൂരിപക്ഷമല്ല. പക്ഷേ നാട്ടുകാർ മൊത്തം അങ്ങനെയുടെ കൂടെയാണ്, സതീശൻ്റെ കൂടെയാണ്. ഇതാണ് അങ്ങനെ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം. അന്ന് തൊട്ടേ തുടങ്ങിയാണ് കോൺഗ്രസ്സുകാർ ഈ ചവിട്ടിൽ കുത്ത്. അതിന് ഓരോ ഗ്രൂപ്പും ചില ആളുകളെ നിയമിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല സൂത്രശാലി ആയതുകൊണ്ട് ആരെയും പ്രത്യേകിച്ച് നിയമിച്ചിട്ടില്ല. മൂപ്പരിങ്ങനെ മൊത്തം സിറ്റുവേഷൻ നോക്കുകയാണ്. ദിവസമാകുമ്പോൾ ഹൈക്കമാൻഡുള്ളൊരു ബന്ധമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുഖ്യമന്ത്രി ആവാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതാ മുഖ്യമന്ത്രിയായെന്ന് വിചാരിച്ചിരുന്ന സതീശനാണെങ്കിൽ അടി കിട്ടിയതിൻ്റെ ക്ഷീണം മാറിയില്ല. അപ്പോൾ ഇങ്ങനെ വെപ്പാളത്തിൽ ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണും. അപ്പം മൂപ്പരെ കൂടെയുള്ള കുറേ എണ്ണം ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയും. അതാണ് കഴിഞ്ഞ ദിവസം അലോഷ്യസ് പറഞ്ഞത്. അതുപോലെ തന്നെ ചില നേതാക്കന്മാരുണ്ട് സതീശനെ വിമർശിക്കാനായിട്ട് ജീവിക്കുന്ന ചില നേതാക്കന്മാർ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ആ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും സതീശൻ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സതീശന് ഹൈക്കമാൻഡിൽ സ്വാധീനമുണ്ട്. ഹൈക്കമാൻഡ് നമ്മൾ പുറത്തു നോക്കുമ്പോൾ വിചാരിക്കും സ്വാധീനം ഉള്ളത് ആർക്കാണ്? ഇയാൾക്കെന്ന് വിചാരിക്കും KCക്കാണ്. പക്ഷെ അങ്ങനെ ആണോന്നൊരു നിർബന്ധമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂസ്ഫുള്ളായ ആളാരാണ്. അവരിങ്ങനെ പോപ്പുലറായിട്ടുള്ള ഒരു നേതാവിനെ തള്ളിക്കളഞ്ഞതിൻ്റെ ക്ഷീണം അവർക്ക് ഇപ്പോഴും ആന്ധ്രാപ്രദേശിന് മാറിയിട്ടില്ല. അത് YS രാജശേഖർ റെഡ്ഡിയായിരുന്നു. അയാളുള്ള കാലത്തോളം അയാളെ തള്ളിക്കളഞ്ഞില്ല. പക്ഷേ അയാളെ മോനാൾ ശരിയൊന്നുമില്ല. പക്ഷെ അവൻ കോൺഗ്രസിന് അന്ന് അങ്ങനെ നിലനിർത്തണമെങ്കിൽ അവനെ എങ്ങനെ മയത്ത് കൊണ്ടുവന്നിട്ട്
പതുക്കെ തള്ളിക്കളയേണ്ടി വന്നു. അതവർ ചെയ്തില്ല. ടാക്ടിക്കൽ എറർ അവർക്ക് സംഭവിച്ചു. ഇവിടെ സതീശൻ്റെ പിന്നാലെയാണ് ജനം, സതീശൻ്റെ പിന്നാലെയാണ് സാമുദായിക സംഘടനകൾ. പിന്നെ NSS സതീശൻ്റെ തമ്മിലുള്ള പ്രശ്നം സതീശൻ്റെ ചില കയ്യിലിരിപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ സതീശൻ ഒരു ആവശ്യമില്ല, എനിക്ക് പിന്നെ ഹിന്ദു സാമുദായിക സംഘടനകളോട് മാത്രമേ നെഗറ്റീവ് നിലപാടെടുക്കേണ്ട ആവശ്യം സതീശനില്ല. അതിപ്പം സതീശൻ അതിൽ ഒരുപക്ഷെ ഏതെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അന്ന് ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ നിലപാട് സതീശൻ എടുത്തിട്ടുണ്ട്. അത് സതീശൻ്റെ പ്രശ്നമാണ്. അതർവൈസ് ബാക്കി സാമുദായിക സംഘടനകൾക്ക് സതീശനോട് പ്രശ്നമില്ല. അതിൻ്റെ ഒരു കോമഡി ഇന്ന് കണ്ടത് ഗണേശൻ വന്ന് സതീശനെ കുറ്റം പറയാൻ NSSന് അവകാശമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊന്നും അല്ലല്ലോ മുമ്പ് പറഞ്ഞത്. അപ്പം ഗണേശൻ്റെ കയ്യിൽ ഇപ്പോൾ ഗണേശൻ NSS പുറത്തായി. അതിന് അതപ്പോൾ ഒരു സതീശൻ്റെ ആളായി. സുരേഷ് ഗോപിനെ പറയാൻ അവകാശമുണ്ടോ? സുരേഷ് ഗോപിനെ ആരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഈ ഗണേശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മളൊക്കെ ഇരുന്നാണ് ഡിഫെൻഡ് ചെയ്തത്. സുരേഷ് ഗോപി അങ്ങനെയാണ്, പൊങ്ങച്ചക്കാരാണ്, പൊങ്ങനാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഇന്നും സുരേഷ് ഗോപിക്ക് വേണ്ടി വാദിക്കുന്നു. കാരണം അപ്പോഴത്തെ NSS ആണ്. NSS എന്തുകൊണ്ട് ഇങ്ങനെ പുറത്താക്കി? അപ്പോൾ പിള്ള സാർ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിള്ള സാർ കുറേ കാലം ഡയറക്ടർ കൂടുതൽ ഉണ്ടായിരുന്നില്ല. പിന്നെ പിള്ള സാറിനെ എടുത്തു. പിള്ള സാർ മരിച്ചപ്പോഴാണ് ഗണേശനെ എടുത്തത്. ഗണേശൻ്റെ കയ്യിലിരിപ്പിൻ്റെ പ്രശ്നമല്ലേ, വെറുതെ എല്ലാവരും പുറത്താക്കിയത്. എന്നിട്ട് ഗണേശ് ഇവിടെ നിന്ന് ഇപ്പോൾ സതീശനെയും സുരേഷ് ഗോപിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വേറൊരു കാര്യം. സതീശൻ്റെ ആകപ്പാടെ ഒരു പ്രോബ്ലം അതാണ്. ഈ പറയുന്ന പോലെ NSSനെ തള്ളിക്കളഞ്ഞ ഒരു പരിധി കൂടുതലൊന്നും പോകാനും പറ്റില്ല. അത് വേറൊരു വാസ്തവമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് 9 വോട്ടും കരയോഗം വോട്ടുകളും സെൻട്രൽ ട്രവലിംഗ് കാര്യങ്ങൾ പത്തനംതിട്ടക്കാരനല്ലേ, കരയോഗം വോട്ടുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കരയോഗം വോട്ടുകൾ വാങ്ങിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും കോൺഗ്രസിൻ്റെ കാര്യം തീരും. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ആരാന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കരയോഗം വോട്ട് കിട്ടിയത്. സതീശൻ എന്നാ വന്നിരുന്നെങ്കിൽ സതീശൻ്റെ നിലപാട് ഇങ്ങനെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ആ വോട്ടൊന്നും കിട്ടില്ലായിരുന്നു. ഈ ഒരു വിജയം, ഇത്രയും വിജയമൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു. അത് ഗണേശൻ, ആ കാര്യത്തിന് മാത്രമാണ് ഗണേശന് പാളിച്ച സംഭവിച്ചത്. അത് വെച്ചിട്ട് ഈ ഹൈക്കമാൻഡ് ഗണേശനെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ മുസ്ലിം ക്രിസ്ത്യൻ സാമുദായിക സംഘടനകൾ സപ്പോർട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സതീശൻ ഒരു പോരാളിയാണ്. ഒരു പോരാളി എന്ന രീതിയിൽ സതീശൻ നിൽക്കുന്നുണ്ട്. മാത്രമല്ല പിണറായി കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ആ രീതിയിൽ തന്നെ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു വിഘാതം വരുത്തിയിട്ടില്ല. പിന്നെ പൊതുവേ നമ്മൾ നോക്കുമ്പോൾ സെക്യുലർ കറൻസിയുള്ള ആളുകൾ ഈ സാമുദായിക നേതാക്കന്മാർക്കൊന്നും പൂർണ്ണമായിട്ട്, അതായത് മൈനോറിറ്റി കമ്മ്യൂണിറ്റി സാമുദായിക നേതാക്കന്മാർക്കൊന്നും പൂർണ്ണമായിട്ട് അങ്ങേരോട്ട് വഴങ്ങുന്നുമില്ല. അതായത് ഇപ്പോൾ ഫ്രീ ആൻഡ് ഫ്രീ പോലുള്ള കാര്യങ്ങൾ അങ്ങനെ എടുത്ത നിലപാടാണ് കാണിക്കുന്നത്. മാത്രമല്ല പിണറായി നിന്ന് വ്യത്യസ്തമായിട്ട് എടുത്ത കാര്യങ്ങളെ കൃത്യമായിട്ട് നിയമസഭയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ സതീശൻ ഒറ്റയ്ക്ക് സ്വയം സിമെന്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഡൽഹി പോയാലും വലിയ ക്ഷീണവും സതീശൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കൈവിട്ട കളിക്ക് കോൺഗ്രസ് എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യം തീരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.